വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബാക്കി 6 ചാപ്റ്റേഴ്സും നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കി, ഒരു LED പ്രകാശിക്കുവാനായിട്ട് എന്തിനായിരിക്കും ഈ ഘടകം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. വൈദ്യുതിയെയും വൈദ്യുത ചാർജിനെയും കുറിച്ച് ചില വസ്തുതകൾ മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉരസൽ മൂലം വസ്തുക്കൾക്ക് വൈദ്യുത ചാർജ് ലഭിക്കുന്നത് ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഉരസൽ മൂലം വസ്തുക്കൾക്ക് വൈദ്യുത ചാർജ് ലഭിക്കുന്നത് എന്ത് കാരണമാണ്? ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഉരസൽ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ചാർജുകളാണ് വൈദ്യുത ചാർജുകൾ? പോസിറ്റീവ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും അല്ലേ? പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഇനി ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ്? ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആണ് അല്ലേ? ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോം ആണ്. കൂളോം എന്ന് പറയുന്നതാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് കൂളോം. ചാർജ് ചെയ്യപ്പെട്ട ഒരു കപ്പാസിറ്റർ LED-യുമായി ചിത്രത്തിൽ കാണുന്നത് പോലെ ബന്ധിപ്പിക്കുക. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ നോക്കിയേ, ചാർജ് ചെയ്യപ്പെട്ട ഒരു കപ്പാസിറ്റർ LED-യുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ? LED-യുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നോക്കാം. കപ്പാസിറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കപ്പാസിറ്റർ വൈദ്യുതോർജ്ജം സംഭരിക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് ഡിവൈസാണ് അല്ലേ? വൈദ്യുതി സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. വൈദ്യുതോർജ്ജം സംഭരിക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. മിക്കവാറും എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളിലും കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തിയ ടെർമിനലുകളുള്ള കപ്പാസിറ്ററിൻ്റെ ടെർമിനലുകളെ യഥാക്രമം ഒരു സെല്ലിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളുമായി അല്പസമയം ബന്ധിപ്പിച്ചാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജം സംഭരിക്കുവാനും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവും അതിലുണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് എന്താണ് ചെയ്യുന്നത്? ഒരു സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്താണ് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? അതായത് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് LED-യുമായി ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലേ? വൈദ്യുതി അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൈദ്യുതി കൊടുക്കുന്നതിനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? LED ബൾബ് പ്രകാശിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുത ചാർജ് സംഭരിക്കുന്നുണ്ട്. ഈ വൈദ്യുത ചാർജ് എന്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കും? LED-യിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. LED-യിലേക്ക് പോയതിനു ശേഷമായിരിക്കും അവിടെ ഇലക്ട്രിക് കറണ്ട് LED-യിലേക്ക് പോയതിനു ശേഷമാണ് LED പ്രകാശിച്ചത് അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ ബാഹ്യ സർക്യൂട്ടിലൂടെ ഒഴുകി LED-യിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഈ ക്രമീകരണത്തിൽ LED തുടർച്ചയായി പ്രകാശിക്കാത്തതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പ്രകാശിച്ച് നിൽക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കാരണം? നമ്മൾ പറഞ്ഞു കപ്പാസിറ്ററിൽ എന്തുണ്ട്? ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, അല്ലെങ്കിൽ വൈദ്യുത ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ബാഹ്യ സർക്യൂട്ടിലൂടെ കടത്തിവിടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്ററിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജ് ഈ LED പ്രകാശിക്കുന്നതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചാർജ് കുറയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഈ ചാർജ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ LED പ്രകാശിക്കോ? ഇല്ല അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഈ
കപ്പാസിറ്ററിൽ ചാർജ് ഉള്ളിടത്തോളം കാലം ലൈറ്റ് പ്രകാശിക്കും. അതിൽ ചാർജ് തീരുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലൈറ്റ് കത്തില്ല എന്നും മനസ്സിലാക്കാം. മറ്റൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിലും മറ്റും ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ലുമായി ഒരു LED ചിത്രം 7.2 കാണുന്നത് പോലെ ബന്ധിപ്പിക്കുക. കാൽക്കുലേറ്ററിലും മറ്റും കാണുന്ന ഒരു ബട്ടൺ സെല്ലാണ് എന്ന് പറയുന്നത് അല്ലേ. ഇത് LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ LED തുടർച്ചയായി പ്രകാശിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ LED പ്രകാശിക്കും. കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ചാർജുകളുടെ ചലനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചാർജുകളുടെ ചലനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ LED തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ മറ്റൊരു എക്സ്പെരിമെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കപ്പാസിറ്റർ എന്ന് പറയുന്നതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അതിനുശേഷം പിന്നെ എന്തായാലും ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അത് കാരണം ഈ കപ്പാസിറ്ററിൻ്റെ പരീക്ഷണത്തിൽ നോക്കിയപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് അല്പസമയത്തേക്ക് മാത്രമാണ് പ്രകാശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രകാശിച്ചിട്ടുണ്ട് അല്ലേ. തുടർച്ചയായിട്ടുള്ള പ്രകാശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പരീക്ഷണത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്കും രണ്ടാമത്തേൽ തുടർച്ചയായും വൈദ്യുത ചാർജിൻ്റെ പ്രവാഹമുണ്ടാകുമെന്ന് മനസ്സിലായില്ലേ. ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്, ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. A, B എന്നീ 2 പാത്രങ്ങളിൽ ഒന്നിൽ ഏതെങ്കിലും നിറം ചേർത്ത ജലവും രണ്ടാമത്തേൽ സാധാരണ ജലവും ഒരേ അളവിലെടുക്കുക. ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ സൈഫൺ ജലം നിറച്ച ശേഷം ചിത്രം 7.3 കാണുന്നത് പോലെ ട്യൂബ് പാത്രങ്ങളിലെ ജലത്തിൽ താഴ്ത്തുക. അപ്പോൾ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ എന്താണ്? 2 പാത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എയും ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 പാത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ഒന്നാമത്തേലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിറം, എയിലാണെന്നുണ്ടെങ്കിൽ ഒരു നിറം ചേർത്ത വെള്ളമാണ് അല്ലേ. രണ്ടാമത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ കളറൊന്നും നൽകിയിട്ടില്ല. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് എന്താണ്? ഒരു സൈഫൺ അല്ലേ, ഒരു സൈഫൺ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എന്താണ് ക്വസ്റ്റ്യൻ? എ എന്ന പാത്രത്തിൽ നിന്ന് ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ? നോക്കിയേ, നമുക്കൊരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ എന്തെങ്കിലും ജലം ഒഴുകുന്ന ഇത് കാണുന്നുണ്ടോ? അല്ലേ, ഇതിൽ നിന്ന് വെള്ളം പോകുന്ന ഒരു ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കെന്ത് പറയാം? അവിടെ വെള്ളം ഒഴുകുന്നില്ല എന്ന് പറയാം. 2 പാത്രങ്ങളിലെയും ജലനിരപ്പിൻ്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? എന്താണ്? ജലനിരപ്പിൻ്റെ ഉയരം കൊണ്ടുണ്ടാകുന്നത്. അതായത് തറയിൽ നിന്നും ജലനിരപ്പ് വരെ ഉണ്ടാകുന്ന ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യലിനെയാണെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. തുല്യമാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമായിരിക്കും. എന്ന പാത്രം അല്പം ഉയരത്തിൽ വെച്ച് പരീക്ഷണം ആവർത്തിക്കുക. അപ്പം നമ്മൾ നോക്കി ഇവിടെ നമ്മൾ സെയിം ആയിട്ടുള്ള അല്ലേ, സെയിം ജലനിരപ്പായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടാമത്തെ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന പാത്രം ഒന്നിൻ്റെ ഒരു പട്ടികയുടെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ആ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചിത്രം 7.3 പരീക്ഷണത്തിൽ 2 പാത്രത്തിലെയും ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ജലം ഒഴുകാത്തത്. അപ്പോൾ ഇവിടെ ജലം ഒഴുകുമോ? ഇവിടെ ജലം ഒഴുകുന്നത് നമുക്ക് പിക്ചറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ ജലം ഒഴുകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ ഫസ്റ്റത്തെ പിക്ചറിൽ ജലം ഒഴുകാണ്ടിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ജലനിരപ്പിൻ്റെ 2 പാത്രത്തിലെയും ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസമില്ല അല്ലേ. 2 സെയിം ആയിട്ടുള്ള ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് കാരണമാണ് അവിടെ ജലം ഒഴുകാതിരുന്നത്. പക്ഷേ രണ്ടാമത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. അത് കാരണമാണ് അവിടെ ജലം ഫ്ലോ ചെയ്തത് അല്ലേ, വാട്ടർ ഫ്ലോ ചെയ്തത്. നെക്സ്റ്റ് നോക്കി, ഒരു സന്ദർഭം കൂടി നൽകിയിട്ടുണ്ട്. താഴെ കൊടുത്ത 2 സന്ദർഭങ്ങൾ കൂടി നിരീക്ഷിക്കുക. മെഴുകുതിരി ജ്വാലയിൽ ഒരു ഇരുമ്പുദണ്ട് സ്പർശിക്കുന്നതാണ് ചിത്രം 7.5 കാണിക്കുന്നത്. മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിൻ്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത്? മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിൻ്റെ ഏത് ഭാഗത്തേക്കാണ് താപനില ഉയരുന്നത്? പി ആണോ ക്യൂ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു ദണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ അറ്റത്തെ പി എന്നും ഇപ്പുറത്തെ ക്യൂ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് ഭാഗത്താണ് ആദ്യം തന്നെ താപനില ഉയരുന്നത്? ഏത് ഭാഗത്തായിരിക്കും? നോക്കി ക്യൂവിലായിരിക്കും അല്ലേ. മെഴുകുതിരി കത്തുന്ന ആ ഒരു ഭാഗമാണ് ക്യൂ എന്ന് പറയുന്നത്.
അപ്പോൾ ക്യൂവിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് താപനില ഉയരുന്നത്. ഓക്കെ, ഇനി ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അതായത് നമുക്ക് കാണിച്ചിട്ടുണ്ട് പിയും ക്യൂവും തന്നിട്ടുണ്ട്. ഇതിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും താപം ഉയരുന്നത്? ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ക്യൂ ആയിരിക്കും അല്ലേ, പിന്നെയല്ലേ പി വരുള്ളൂ. അപ്പോൾ ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് താപം ഒഴുകുന്നത് എന്ന് പറയാം. അതായത് താപനില കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് താപം എന്ന് പറയുന്നത് ഒഴുകുന്നതെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് സന്ദർഭം കൂടി നൽകിയിട്ടുണ്ട്. പരമാവധി കാറ്റ് നിറച്ചൊരു ട്യൂബാണ് ചിത്രം 7.6 കാണിച്ചിരിക്കുന്നത്. വായുമർദ്ദം കൂടുതൽ എവിടെയാണ്? പുറത്താണോ, ട്യൂബിനകത്താണോ, ട്യൂബിന് പുറത്താണോ മർദ്ദം കൂടുതൽ? ട്യൂബിന് അകത്താണല്ലേ മർദ്ദം കൂടുതലായിട്ടുണ്ടായിരിക്കുക. വായു നിറച്ച് ട്യൂബിനുള്ളിലാണ് മർദ്ദം കൂടുതലായിട്ടുണ്ടായിരിക്കുക. ട്യൂബിനകത്താണ്. ട്യൂബിൻ്റെ വാൽവ് തുറന്നാൽ വായു എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പ്രവഹിക്കുക? വായു തുറന്നാൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഉള്ളിൽ നിന്ന് പുറത്തേക്കല്ലേ, ഉള്ളിലല്ലേ ഉള്ളതില്ലേ വായു. അപ്പോൾ പിന്നെ ഉള്ളിൽ നിന്ന് അകത്തുനിന്ന് പുറത്തോട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക? വായു പ്രവഹിക്കുന്നത്. ഇനി ഇവിടെ സന്ദർഭവും പ്രവാഹ ദിശയും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ കണ്ട എക്സ്പെരിമെൻറ്റ്സിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലം ഒഴുകുന്നത് ഏതിലൂടെയാണ്? ഏതിൽ നിന്ന് ഏതിലേക്കാണ് ജലം ഒഴുകുന്നത്? ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉള്ളിടത്ത് നിന്ന് ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉള്ളതിലല്ലേ ഒഴുകിയത്. നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടല്ലോ അല്ലേ, ജലം ഒഴുകിയത് നമ്മൾ ബീക്കറൊക്കെ ഉയർത്തി വെച്ചു. അപ്പോൾ എന്താണ്, നല്ല ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ ഉള്ളിടത്ത് നിന്ന് നന്നായിട്ട് കുറവുള്ള ഗ്രാവിറ്റി പൊട്ടൻഷ്യലിലേക്കാണ് ജലം ഒഴുകിപ്പോയത്. രണ്ടാമത്തെ ബീക്കറിലേക്ക് പോയി നമ്മൾ കണ്ടു. ഫസ്റ്റ് ബീക്കറായിരുന്നു ഉയർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് താപം പ്രവഹിക്കുന്നത് ഇതിലാണ് നമ്മൾ കണ്ടത്. ഉയർന്ന താപനിലയിലുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന താപനിലയുള്ള ഭാഗത്തേക്കാണ് അല്ലേ. നമ്മൾ ആ മെഴുകുതിരിയുടെ എക്സ്പെരിമെൻറ്റ് കണ്ടല്ലോ അല്ലേ, ഉയർന്ന താപനിലയുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ താപനിലയിലുള്ളിടത്തേക്കാണ് ഒഴുകിയത്, ഈ താപം പ്രവഹിച്ചത്. നെക്സ്റ്റ് വായു പ്രവഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് കണ്ടത്? മർദ്ദമുള്ളിടത്ത് നിന്ന് അല്ലേ, ഉയർന്ന മർദ്ദമുള്ളിടത്ത് നിന്ന് താഴ്ന്ന മർദ്ദമുള്ളിടത്തേക്കാണ് എന്തൊഴുകിയത്? വായു പ്രവഹിച്ചതെന്ന് നമ്മൾ ആ ട്യൂബ് നിറച്ചതിൽ നമ്മൾ കണ്ടല്ലേ. ട്യൂബിൽ നമ്മൾ വായു നിറച്ച ഒരു ട്യൂബ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെൻറ്റ് കണ്ടാണല്ലോ. ഓക്കെ, ജലപ്രവാഹമുണ്ടായത് ഉയരവ്യത്യാസമുള്ള 2 സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ. അതുപോലെ താപപ്രവാഹമുണ്ടായത് താപനിലയിൽ വ്യത്യാസമുള്ള 2 സ്ഥാനങ്ങൾ ഉള്ളതിനാലും വായുപ്രവാഹമുണ്ടായത് മർദ്ദത്തിൽ വ്യത്യാസമുള്ള 2 മേഖലകൾ ഉണ്ടായതിനാലും ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ജലപ്രവാഹം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ. ജലപ്രവാഹമുണ്ടായത് ഉയരവ്യത്യാസമുള്ള 2 സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ താപപ്രവാഹമുണ്ടായത് താപനിലയിൽ വ്യത്യാസമുള്ള 2 സ്ഥാനങ്ങൾ ഉള്ളതിനാലും വായുപ്രവാഹമുണ്ടായത് മർദ്ദത്തിൽ വ്യത്യാസമുള്ള 2 മേഖലകൾ ഉണ്ടായതിനാലുമാണ്. ഓക്കെ, ഒരു എക്സ്പെരിമെൻറ്റും കൂടി പറയുന്നുണ്ട്. നോക്കി, ചിത്രം 7 നിരീക്ഷിക്കുക. സൈഫൺ മാത്രം ഉപയോഗിക്കുമ്പോൾ പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്കുള്ള ജലപ്രവാഹം 2 പാത്രങ്ങളിലെയും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ മാത്രമല്ലേ സാധ്യമാവുകയുള്ളൂ. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു സൈഫൺ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ സൈഫൺ ഉപയോഗിച്ചിട്ടുണ്ട്. പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്കുള്ള ജലപ്രവാഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാത്രങ്ങളിലെയും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ മാത്രമല്ലേ സാധ്യമാവുകയുള്ളൂ അല്ലേ. 2 ഈക്വലായിട്ട് വരുന്നത് വരെയാണ് സാധ്യമാകുന്നത്, ഈ ജലപ്രവാഹം സാധ്യമാകുന്നത്. പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ഓരോ സെക്കൻഡിലും എത്ര ജലം പ്രവഹിക്കുന്നുവോ അത്രയും തന്നെ ജലം ഓരോ സെക്കൻഡിലും ബിയിൽ നിന്ന് തിരികെ എയിൽ എത്തിക്കാൻ ഒരു പമ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? പാത്രം എയിൽ നിന്ന് ബിയിലേക്ക് ഓരോ സെക്കൻഡിലും ജലം പ്രവഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത്രയും ജലം ഓരോ സെക്കൻഡിൽ നിന്നും ഈ ബിയിൽ നിന്ന് എയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പമ്പ് അല്ലേ, ഇവിടെ ഒരു പമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ജലം തുടർച്ചയായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കും അല്ലേ. കാരണം എന്താണ്? അവിടെ റൊട്ടേഷൻ വരാണല്ലേ. പാത്രം എയിൽ നിന്ന് ബിയിലേക്ക് ജലം പ്രവഹിക്കും. അപ്പോൾ അവിടെ ഒരു പമ്പ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഈ ബിയിൽ നിന്നും ജലം ഈ പമ്പ് വഴി എന്ത് ചെയ്യാണ്? എയിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സെയിം ആയിട്ട് റൊട്ടേഷൻ പോലെ പോവാണല്ലേ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ബാഹ്യ ഊർജ്ജ സ്രോതസ്സായ പമ്പിൻ്റെ പ്രവർത്തനമല്ലേ എ ബി എന്നീ പാത്രങ്ങളിലെ ജലനിരപ്പുകൾ തമ്മിലുള്ള ഉയരത്തിലുള്ള വ്യത്യാസം നിലനിർത്തിയതും അതുമൂലം ജലപ്രവാഹം തുടർച്ചയായി സാധ്യമാക്കിയതും. ക്ലിയർ ആയല്ലോ? ഇതിൽ ഇപ്പം അത്രയും ചിന്തിക്കാനായിട്ടില്ല. എന്താണ്, 2 പാത്രം നൽകിയിട്ടുണ്ട്. എയും ബിയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ എന്ന് പറയുന്നത് കുറച്ച് ഒന്ന് ഉയർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ജലം പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് ജലനിരപ്പ് തുല്യമാവുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആവണം. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് റൊട്ടേഷൻ പോലെ ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു? ഒരു പമ്പ് ഉപയോഗിച്ചു. ഈ പമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ജലം പോകുന്നുവെന്ന് മനസ്സിലായി.
ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് അങ്ങോട്ട് കടക്കുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം നോക്കി നോക്കിയാൽ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ, ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ചിത്രം 7-8 സർക്യൂട്ട് നിരീക്ഷിക്കുക. സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കുമോ? ഇപ്പോൾ സ്വിച്ച് ഓഫാണ്, സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൾബ് പ്രകാശിക്കോ? ഇല്ല അല്ലേ. എന്താണ് ബൾബ് പ്രകാശിക്കാത്ത എന്ത് കാരണമായിരിക്കും? ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ അല്ലേ, സിയും ഡിയും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ സർക്യൂട്ടിലെ ബൾബ് തുടർച്ചയായി പ്രകാശിക്കണമെങ്കിൽ ബൾബിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം ഉണ്ടാകണം അല്ലേ. ബൾബിലൂടെ വൈദ്യുതി ചാർജുകളുടെ പ്രവാഹം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല അല്ലേ. സിയും ഡിയും തമ്മിലുള്ള ഒരു കട്ട് വരുന്നുണ്ടല്ലോ അല്ലേ. ഇതിന് സി ഡി എന്നീ ബിന്ദുക്കൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിന് പര്യാപ്തമായ ഒരു ബാഹ്യ സ്രോതസ് ആവശ്യമല്ലേ. അതായത് സി ഡിയും ഡിയുടെ ഇടയിലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. എന്നാൽ മാത്രമാണ് അവിടെ ബൾബ് പ്രകാശിക്കുള്ളൂ. നോക്കാം. ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കുവാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവിനെയാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞത്, അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോകട്ടോ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്വിച്ച് ഓഫ് ആണ്. അതെങ്ങനെ മനസ്സിലായി സ്വിച്ച് ഓഫ് ആണെന്നുള്ളത്? ഈ പിക്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. നമുക്ക് സർക്യൂട്ട് തന്നിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ചോദിക്കാമല്ല എന്നുണ്ടെങ്കിൽ ബൾബ് പ്രകാശിക്കുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത് നടക്കുന്ന PSC എക്സാമുകളുടെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പാറ്റേൺസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സ്വിച്ച് ഓൺ ആണെന്ന് മനസ്സിലായില്ലേ, സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായി. സ്വിച്ച് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യണം. അതായത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമാണ് സ്വിച്ച് ഓൺ ആവുള്ളൂ. ഓക്കെ, സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? ക്ലോസ്ഡ് സർക്യൂട്ട് ആവുള്ളൂ അല്ലേ. ക്ലോസ്ഡ് സർക്യൂട്ട് ആയാലാണ് അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ബൾബ് പ്രകാശിക്കുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ചാൽ മാത്രമാണ് അവിടെ ബൾബ് പ്രകാശിക്കുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുക? സെല്ല് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി അല്ലെങ്കിൽ സെല്ലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കുവാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കുവാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവിനെയാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു വൈദ്യുത മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജ്ജമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഥവാ പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു വൈദ്യുത മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജ്ജത്തെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജ്ജത്തെയാണ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയുടെ അളവിനെയാണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ആരാണ് അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്നത്? അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്നത് ആരാണ് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം ഇറ്റലിയിലാണ്. ജീവിതകാലം 1745 മുതൽ 1827 വരെയാണ്. പ്രവർത്തന മേഖലകൾ ഫിസിക്സും കെമിസ്ട്രിയാണ്. പ്രധാന സംഭാവനകൾ വൈദ്യുത രാസസെല്ല്, മീഥേൻ എന്നിവ കണ്ടുപിടിച്ചു. അപ്പോൾ വൈദ്യുത രാസസെല്ലും മീഥേനും കണ്ടുപിടിച്ചത് ആരാണ്? വോൾട്ടോയ്ക്കാണല്ലേ. വോൾട്ടോ ആണ്, അലസാൻഡ്രോ വോൾട്ടോയാണ് എന്ത് കണ്ടുപിടിച്ചത്? വൈദ്യുത രാസസെല്ലും മീഥേനും കണ്ടുപിടിച്ചത് വോൾട്ടോയാണ്. വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ്, വോൾട്ട് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. വൈദ്യുത ചാർജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വാതകങ്ങളുടെ രസതന്ത്രം എന്നീ വിഷയങ്ങളിൽ പഠനം നടത്തി. ഇറ്റലിയിലെ പാവിയ സർവകലാശാലയിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. അപ്പോൾ വോൾട്ട എന്ന് പറയുന്ന ആൾ വൈദ്യുത രാസസെല്ലും മീഥേനും കണ്ടുപിടിച്ച ആളാണ്. അതുപോലെ തന്നെ ഈ വോൾട്ടേജും പൊട്ടൻഷ്യൽ വ്യത്യാസമൊക്കെ യൂണിറ്റ് വോൾട്ടേജ് എന്ന് കൊടുക്കുന്നതിനും കാരണം എന്ത് തന്നെയായിരുന്നു? ഈ വോൾട്ട എന്ന് പറയുന്ന പേരിൽ നിന്നാണ് അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന പേരിൽ നിന്നാണ് ആ പേര് ലഭിച്ചിട്ടുള്ളത്, ആ യൂണിറ്റ് ലഭിച്ചിട്ടുള്ളത്.
EMFിൻ്റെ സ്രോതസ്സായി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഉപകരണം രൂപകൽപ്പന ചെയ്തത് അലസാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനാണ്. ഇതാണ് വോൾട്ട സെൽ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ട സെൽ എന്ന് വെച്ചാൽ എന്താണ്? EMFിൻ്റെ സ്രോതസ്സായി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഉപകരണമായിരുന്നു ഈ വോൾട്ട സെല്ല്. കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? അലസാൻഡ്രോ വോൾട്ടയാണ്. ഒരു ലഘു വോൾട്ട സെല്ല് നിർമ്മിച്ച് നോക്കാം. ഒരു സിങ്ക് ദണ്ട്, കോപ്പർ ദണ്ട് എന്നിവ ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിലെടുത്ത ഇലക്ട്രോലൈറ്റ് ആയ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിൽ ഇറക്കി വയ്ക്കുക. ഒരു വോൾട്ട് മീറ്റർ കോപ്പർ ദണ്ടിനോടും സിങ്ക് ദണ്ടിനോടും ബന്ധിപ്പിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു പരീക്ഷണമാണ്. അതായത് ഒരു വോൾട്ട് സെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അതിൽ കോപ്പർ ദണ്ടും സിങ്ക് ദണ്ടും മുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ കോപ്പർ സിങ്കും തമ്മിൽ എന്തുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്? വോൾട്ട്മീറ്റർ ആയിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കാണാനായിട്ട് പറ്റുക? ഇവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾ ബാഹ്യ സർക്യൂട്ടിലൂടെ പ്രവഹിച്ചതുകൊണ്ട് വോൾട്ട്മീറ്ററിൽ എന്ത് സംഭവിക്കും? സൂചി വിഭ്രംശം, അതായത് സൂചി ഒന്ന് അനങ്ങും. അതായത് ഈ കോപ്പറും സിങ്കും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് വോൾട്ടാ സെൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വോൾട്ടാ സെല്ലിലെ നമുക്ക് അളവ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലേ, മീറ്ററൊക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ ഈ സൂചി ഉണ്ടല്ലോ, ഈ സൂചി അനങ്ങുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ. അതെന്ത് കാരണമാണെന്ന് വെച്ചാൽ ഈ സിങ്ക് എന്ന് പറയുന്നത് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായിട്ട് എന്താണ് ചെയ്യുന്നത്? സംയോജിക്കുകയാണ് അല്ലേ. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഈ വോൾട്ട സെല്ലിലെ ഈ സൂചി ഒന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കോപ്പർ ദണ്ട് വൈദ്യുത ചാർജുകളുടെ ഉയർന്ന ഊർജ്ജ നിലയിലും സിങ്ക് ദണ്ട് താഴ്ന്ന ഊർജ്ജ നിലയിലുമാണ് ഉള്ളത്. നോക്കി നോക്കിയേ, കോപ്പർ ദണ്ട് എന്ന് പറയുന്നത് എന്താണ് നോക്കി നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്നതിൽ നോക്കി നോക്കിയേ. കോപ്പർ ദണ്ട് എന്ന് പറയുന്നത് വൈദ്യുത ചാർജുകളുടെ ഉയർന്ന ഊർജ്ജ നിലയിലും സിങ്ക് ദണ്ട് താഴ്ന്ന ഊർജ്ജ നിലയിലുമാണ് ഉള്ളത്. ആയതിനാൽ ബാഹ്യ സർക്യൂട്ടിൽ കോപ്പർ ദണ്ടിൽ നിന്ന് സിങ്ക് ദണ്ടിലേക്കാണ് വൈദ്യുത പ്രവാഹം ഉണ്ടായത്. അപ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടായത് എവിടെ നിന്ന് എവിടേക്കാണ്? കോപ്പറിൽ നിന്നും സിങ്കിലേക്കാണ്. കോപ്പർ ദണ്ടിൽ നിന്നും സിങ്കിലേക്കാണ് വൈദ്യുത പ്രവാഹം ഉണ്ടായത്. കാരണം എന്താണ്? ഉയർന്ന ഊർജ്ജ നില ആയതിലാണ് കോപ്പർ ദണ്ടിനാണ്. സിങ്ക് എന്ന് പറയുന്നത് താഴ്ന്ന ഊർജ്ജ നിലയിലാണ്. അത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? കോപ്പറിൽ നിന്നും സിങ്ക് ദണ്ടിലേക്ക് വൈദ്യുതി ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് മനസ്സിലായത്? ഒരു നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ബീക്കറിൽ. അതിൽ കോപ്പർ ദണ്ടും സിങ്ക് ദണ്ടൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. ഈ സിങ്ക് ദണ്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കോപ്പറും സിങ്കും തമ്മിൽ വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിങ്ക് എന്ന് പറയുന്നത് ഈ H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെടാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ വോൾട്ട് മീറ്ററിൽ സൂചി അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും, അനങ്ങുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വൈദ്യുതി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എവിടേക്കാണ്? കോപ്പർ ദണ്ടിൽ നിന്നും സിങ്ക് ദണ്ടിലേക്കാണ് നീങ്ങുന്നത്. ഇനി ഈ സിങ്കിന് പകരം മെഗ്നീഷ്യം ഉപയോഗിച്ച് വോൾട്ട്മീറ്ററിന് പകരം ഒരു LED ബന്ധിപ്പിക്കുക. നിരീക്ഷണം എന്താണ്? അപ്പോൾ എന്താ പറയുന്നത്? ഈ സിങ്ക് സിങ്ക് മാറ്റിയിട്ട് Mg ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മെഗ്നീഷ്യം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വോൾട്ട്മീറ്ററിന് പകരം എന്താ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്? LED ബന്ധിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. വോൾട്ട്മീറ്ററിന് പകരം LED ബന്ധിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെഗ്നീഷ്യം ആണ് അല്ലേ, കോപ്പർ എന്ന് മാറ്റി സിങ്ക് മാറ്റിയിട്ട് മെഗ്നീഷ്യം ആക്കി മാറ്റി. ഈ സെല്ല് അല്പനേരം പ്രവർത്തിപ്പിച്ചാൽ പ്രകാശ തീവ്രതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിരീക്ഷണം എന്തായിരിക്കും? അവിടെ ലൈറ്റ് കത്തൂലേ, നമ്മൾ നേരത്തെ വോൾട്ട്മീറ്റർ അനങ്ങുന്നു പറഞ്ഞ പോലെ തന്നെ LED വെക്കുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കും. ഈ സെല്ല് അല്പനേരം പ്രവർത്തിപ്പിച്ചാൽ പ്രകാശ തീവ്രതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രകാശ തീവ്രത കുറയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നടക്കുന്ന രാസപ്രവർത്തന നിരക്ക് കുറയുന്നതിനനുസരിച്ച് ലഭിക്കുന്ന വൈദ്യുതോർജ്ജവും കുറയും. രാസപ്രവർത്തന നിരക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വൈദ്യുതോർജ്ജവും കുറയും. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെയാണ് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? അപ്പോൾ രാസപ്രവർത്തന നിരക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. അല്ലെങ്കിൽ എന്ന് പറയാം വൈദ്യുതോർജ്ജം കുറയുന്നു എന്ന് പറയാം അല്ലേ, വൈദ്യുതോർജ്ജം കുറയുന്നു എന്ന് പറയാം. രാസപ്രവർത്തന നിരക്ക് കുറഞ്ഞാൽ വൈദ്യുതോർജ്ജം കുറയും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയും. അങ്ങനെ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെയാണ് എന്ന് പറയുന്നത് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്
പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡ്രൈ സെല്ല് പ്രൈമറി സെല്ലിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബാറ്ററീസിലെ നമുക്കറിയാം ചില ബാറ്ററീസ് ഒക്കെ കുറച്ചും കൂടി കാലം കഴിഞ്ഞ് നമ്മൾ പുതിയ ബാറ്ററി ഇടുന്നുണ്ടല്ലോ, അതിനെന്തായിരിക്കും കാരണം? കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്? രാസപ്രവർത്തന നിരക്ക് കുറയാണല്ലേ. രാസപ്രവർത്തന നിരക്ക് കുറയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം അവിടെ കുറയാണ് ചെയ്യുന്നത്. അതിനാലാണ് നമുക്ക് ഈ വർക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡ്രൈ സെല്ല് എന്ന് പറയുന്നത് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വോൾട്ടാ സെല്ല്, ബട്ടൺ സെല്ല് അല്ലേ, ബട്ടൺ സെല്ല് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ പിക്ചറിൽ, ബട്ടൺ സെല്ല്. അതുപോലെ തന്നെ ഡാനിയൽ സെല്ല് എന്നിവയൊക്കെ എന്താണ്? ഈ പ്രൈമറി സെല്ലിന് ഉദാഹരണങ്ങളാണ്. വോൾട്ടാ സെല്ല്, ബട്ടൺ സെല്ല്, ഡാനിയൽ സെല്ല് എന്നിവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? പ്രൈമറി സെല്ലിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ക്ലിയർ ആയല്ലോ. പ്രൈമറി സെല്ല് എന്ത് കാരണമാണെന്ന് പറഞ്ഞു? രാസപ്രവർത്തന വേഗത കുറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും, അതിനനുസരിച്ച് വൈദ്യുതോർജ്ജം കുറയും. അത് കാരണമാണ് അത്തരം സെല്ലുകളെയാണെന്ന് പറയുന്നത് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനാവുന്ന തരം വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി സെല്ലുകൾ എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലേ. എന്നാൽ സെക്കൻഡറി സെല്ല് എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പുനരുപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ സ്രോതസ്സുകളെ ചോദിക്കുക, റീചാർജ് ചെയ്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത്തരം സ്രോതസ്സുകളെയാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്നത്. ഒന്നിലധികം സെല്ലുകളെ ക്രമീകരിച്ച് ഒറ്റ വൈദ്യുത സ്രോതസ്സായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബാറ്ററിയിൽ കുറേ സെല്ലുകൾ ഉണ്ടായിരിക്കില്ല, ഈ എല്ലാ സെല്ലുകളെയും കൂടി ഒരുമിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം ഏതാണ്? മൊബൈൽ ബാറ്ററി. മൊബൈൽ ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം? ചാർജ് തരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെല്ലാണെന്ന് നമുക്ക് പറയാം അല്ലേ. പ്രൈമറി സെല്ല് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം കളിപ്പാട്ടങ്ങളാണെന്നുണ്ടെങ്കിലും ശരി, കളിപ്പാട്ടങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലുണ്ടല്ലോ അല്ലേ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലേ. വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സെല്ലുകളാണ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ സെല്ല് പറഞ്ഞു? ബട്ടൺ സെല്ല്, വോൾട്ടാ സെല്ല്, ഡാനിയൽ സെല്ല്, ഡ്രൈ സെല്ലൊക്കെ പറഞ്ഞു അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് പിക്ചറിലൊക്കെ നമുക്ക് വിവിധ സെല്ലുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് എന്താ പറയുക റീചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന സെല്ലുകളാണെങ്കിൽ അതെന്ന് പറയാം, അതിനെ സെക്കൻഡറി സെല്ല് എന്ന് പറയാം. അതായത് അതിലെ എല്ലാ സെല്ലുകളും കൂടി ഒരുമിച്ചിട്ട് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് മൊബൈൽ ബാറ്ററി. നമുക്കറിയാമല്ലോ അല്ലേ, മൊബൈൽ ചാർജ് തീരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുത്തിവയ്ക്കാറുണ്ടല്ലേ, നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു സെല്ലിൻ്റെ ബാറ്ററിയുടെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? വോൾട്ട് മീറ്റർ ആണല്ലേ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? വോൾട്ട് മീറ്റർ ആണ്. ഒരു സെല്ലിനെ പോസിറ്റീവ് നെഗറ്റീവ് എന്നീ 2 ടെർമിനലുകളാണ് ഉള്ളതെന്ന് അറിയാമല്ലോ. വോൾട്ട് മീറ്ററിനും 2 ടെർമിനലുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു സെല്ല് നമ്മൾ ഒരു ബാറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? പോസിറ്റീവും മൈനസ് ഉണ്ടാവില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വോൾട്ട് മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്? പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അല്ലേ. പോസിറ്റീവ് ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ടല്ലേ, വോൾട്ട് മീറ്ററിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് മനസ്സിലാക്കാം. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിന്റെ ഏത് ടെർമിനലുമായാണ് ഘടിപ്പിച്ചത്? നോക്കിയേ, വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ എന്തുമായിട്ടാണ് ഘടിപ്പിച്ചത്? പോസിറ്റീവായിട്ടാണ് ഘടിപ്പിച്ചത് അല്ലേ, പോസിറ്റീവായിട്ടാണ് ഘടിപ്പിച്ചത്. നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിലോ നെഗറ്റീവ് ആയിട്ടാണല്ലോ ഘടിപ്പിച്ചത് അല്ലേ. നെഗറ്റീവ് ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ ക്ലിയർ ആയല്ലോ. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും എക്സാമ്പിൾ കുറച്ച് പറഞ്ഞിട്ട് പോകാം അല്ലേ. പ്രൈമറി സെല്ലിൽ നമ്മൾ പറഞ്ഞു വോൾട്ടാ സെല്ല്, ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്, ഡാനിയൽ സെല്ല്, എന്താ പറയുക ഗാൽവനിക് സെല്ല് കേട്ടോ, ഗാൽവനിക് സെല്ല് എന്നിവയൊക്കെ തന്നെ എക്സാമ്പിളാണ്. പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ്. ഗാൽവനിക് സെല്ല് എന്നിവ പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ്. സെക്കൻഡറി സെല്ലിന് നമ്മൾ മൊബൈൽ ബാറ്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? കാർ ബാറ്ററി അങ്ങനത്തെ കുറച്ച് ബാറ്ററീസൊക്കെ ഈ സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. മൊബൈൽ ബാറ്ററി അതുപോലെ തന്നെ എന്താണ് ഈ കാർ ബാറ്ററിയും കൂടി പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് വരുന്ന ഭാഗം സെല്ലുകളുടെ ക്രമീകരണമാണ്. 2 ടോർച്ച് സെല്ലുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ 3 വ്യത്യസ്ത രീതിയിൽ ക്രമീകരിച്ച് അവയിൽ ഓരോന്നിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളന്ന് രേഖപ്പെടുത്തുവാനൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ 2 സെല്ലുകളാണ് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. 2 സെല്ലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ എത്രയാണ് ലഭിച്ചിരിക്കുന്നത്? 3 ലഭിച്ചിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ 3 ലഭിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? നമ്പർ ഓഫ് സെല്ല് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെല്ലുണ്ട് അല്ലേ. 2 സെല്ലുകളാണുള്ളത്. അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ് അല്ലേ. 1.5 ആണ്. 1.5 ആണ് നമുക്ക് ലഭിച്ചു. 1.5 ആണെന്ന് ലഭിച്ചു. അതിനുശേഷം മൂന്നാമത്തെ സെല്ലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ 2 സെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 0 ആണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ. 0 ആണ് ലഭിച്ചിരിക്കുന്നത്. ഏത് ക്രമീകരണത്തിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിച്ചത്? ഏത് ക്രമീകരണത്തിലാണ്? ആദ്യത്തെ ക്രമീകരണത്തിലാണ് അല്ലേ. നോക്കിയേ, ആദ്യത്തെ പിക്ചറിൽ നോക്കിയപ്പോൾ നമുക്ക് 3 റീഡിങ് കിട്ടിയിരിക്കുന്നത് അല്ലേ. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതൽ ലഭിച്ചിരിക്കുന്നത് എത്രയാണ്? ആദ്യത്തെ ക്രമീകരണത്തിലാണെന്ന് മനസ്സിലായി. 7.13 കാണിച്ചത് പ്രകാരം സെല്ലുകളെ ക്രമീകരിക്കുന്നതാണ് ശ്രേണി രീതി. അപ്പോൾ ശ്രേണി രീതി എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ അല്ലേ. ശ്രേണി രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ സമാന്തരമായിട്ട് നോക്കി സമാന്തരമല്ല. ശ്രേണി രീതി എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനെയാണെന്ന് പറയുന്നത് ശ്രേണി രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ശ്രേണി രീതി എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തേനെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലിനെ പോസിറ്റീവിനെ നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിനെ പോസിറ്റീവിനെ മറ്റേ നെഗറ്റീവുമായിട്ടല്ലേ ബന്ധിപ്പിച്ചേക്കുന്നത്. അങ്ങനെ ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ബന്ധിപ്പിക്കുകയാണല്ലേ. അതിന് നമ്മൾ നേരെ ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അതിനെയാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. ശ്രേണി രീതിയിൽ നോക്കിയേ, ഒരു സെല്ലിനെ പോസിറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായാണ് ബന്ധിപ്പിക്കുന്നത്. ശ്രേണി രീതിയിൽ സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ശ്രേണി രീതി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പോസിറ്റീവ് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കണക്ട് ചെയ്യുക അല്ലേ. അങ്ങനെ പോകുന്നതാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. അതിനാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലായിരിക്കും. ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ആകെ EMF സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലഭിക്കുന്ന ആകെ EMF എന്ന് പറയുന്നത് സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? അതായത് നമുക്ക് ടോട്ടൽ EMF എന്ന് പറയുന്നത് നമുക്ക് പറയാം സ്മോൾ EMF അല്ലേ. 3 EMF തുകയ്ക്ക് തുല്യമായിരിക്കുന്നതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് 3 എണ്ണമായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിലോ 3 ഇപ്പോൾ ഇത് 2 എണ്ണമായിട്ടാണ് ഘടിപ്പിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? E + E ഇതേ E + E = ടോട്ടൽ EMF ആയിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതായത് 2E = നമുക്ക് എന്തെന്ന് പറയാം? E എന്ന് പറയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? E = ഈ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ അല്ലേ. എപ്പോഴും നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ENE എന്ന് എഴുതാമല്ലോ. E NE എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. അപ്പം എന്താണ് പറഞ്ഞത് ഇവിടെ? ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ആകെ EMF സെല്ലുകളുടെ EMFന് തുകയ്ക്ക് തുല്യമായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ EMFന് E തന്നെ ഇട്ട് കൊടുത്തു. മറ്റേ ടോട്ടൽ EMFനെ ക്യാപിറ്റൽ E എന്നും ഇട്ട് കൊടുത്തു. മറ്റേ സെല്ലുകളുടെ EMF നമ്മൾ സ്മോൾ E എന്നും കൂടി ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ശരിക്കും പറഞ്ഞതാണ് ഈ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതിനുള്ള ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? E NE എന്ന് വെച്ചാൽ നമ്പറാണ്. നമുക്ക് നമ്പർ എപ്പോഴും ചേഞ്ച് ചെയ്യാം അല്ലേ. സെല്ല് എന്ന് പറയുന്നത് 2 എണ്ണമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് കൊടുക്കാം? അവിടെ 2 എന്ന് കൊടുക്കാം. 3 ഘടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ 3 എന്ന് കൊടുക്കാം അല്ലേ. ശ്രേണി രീതിയിൽ സെല്ലുകൾ ബന്ധിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നത്? ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുന്നതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടിവിയുടെ റിമോട്ട് കൺട്രോൾ നോക്കി. ടി വി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിവിയുടെ റിമോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ബാറ്ററി എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? പോസിറ്റീവും നെഗറ്റീവുമായിട്ടാണല്ലോ. അതുപോലെ തന്നെ എന്താണ്? വൈദ്യുത ഉപകരണങ്ങൾ റിമോട്ട് കൺട്രോൾ. റിമോട്ടുകളിലൊക്കെ കൂടുതൽ അങ്ങനെ തന്നെയായിരിക്കും റിമോട്ട്. വൈദ്യുത ഉപകരണങ്ങൾ റിമോട്ട് കൺട്രോളിലാണെന്നുണ്ടെങ്കിലും ശ്രേണി രീതിയിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. കാരണം എന്തായിരിക്കും അങ്ങനെ ഘടിപ്പിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? അവിടെ എന്താണ്? ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന് തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. ഓരോ
സെല്ലിലൂടെ കടന്നു പോകുന്ന കറണ്ടും തുല്യമായിരിക്കും. അവിടെ നമുക്ക് കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്രതിരോധം കൂടുതലാണെന്ന് പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഉയർന്ന വോൾട്ടേജിലായിരിക്കും ബാഹ്യ സർക്യൂട്ടിലേക്ക് കറണ്ട് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഉയർന്ന വോൾട്ടേജ് ആയിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും, പ്രതിരോധം കൂടുതലായിരിക്കും അല്ലേ. പ്രതിരോധം കൂടുതലായിരിക്കും എന്നൊക്കെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ശ്രേണി രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവിടെ എന്താണ് ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഓരോ സെല്ലുകളിലെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. അതുപോലെ തന്നെ സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുതലായിരിക്കും. ഉയർന്ന വോൾട്ടേജിൽ ബാഹ്യ സർക്യൂട്ടിലേക്ക് കറണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. റേഡിയോയിലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയായിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട്, അതായത് ശ്രേണി രീതിയിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, ടോർച്ച്, അതുപോലെ തന്നെ റേഡിയോ, പിന്നെ 9V വോൾട്ടിൻ്റെ ബാറ്ററി, ഇതൊക്കെ എന്താണ് കൂടുതലായിട്ട് ശ്രേണി രീതിയിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ചിത്രം 7.13b സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സമാന്തര രീതിയിലാണ്. നോക്കി 7.13b രണ്ടാമത്തെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഘടിപ്പിക്കുന്നതിനെയാണെന്ന് പറയുന്നത് സമാന്തര രീതി എന്ന് പറയുന്നത് അല്ലേ. ഒരെണ്ണത്തിൽ താഴെയായിട്ട് ഘടിപ്പിക്കുകയാണ്, വേറൊരു വയറ് കൊണ്ടാണ് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കി നോക്കാം കേട്ടോ. ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് മൈനസ് എന്നിവ യഥാക്രമം അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് ആണ് ബന്ധിപ്പിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് സമാന്തര രീതി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോക്കി നോക്കാം, പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, പോസിറ്റീവുമായിട്ട് തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ. പോസിറ്റീവ് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവായിട്ട് തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിലോ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ശ്രേണി രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു ഒരു പോസിറ്റീവും ഒരു മൈനസും അങ്ങനെയാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചു പോകാം. എന്നാൽ സമാന്തര രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സമാന്തര രീതിയിൽ സമാന സെല്ലുകൾ ക്രമീകരിക്കുമ്പോൾ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് തുല്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് തുല്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം മാത്രമേ ലഭിക്കുകയുള്ളൂ. വൈദ്യുത പ്രവാഹം കൂടുതൽ സമയത്ത് ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സെല്ലുകൾ ബന്ധിപ്പിക്കുന്നത്. മൊബൈൽ ഫോണിനെയും മറ്റു പവർ ബാങ്കുകളിൽ സമാന്തര രീതിയിലാണ് സെല്ലുകൾ ഘടിപ്പിക്കുന്നത്. വൈദ്യുത പ്രവാഹം കൂടുതൽ സമയത്തേക്ക് ലഭിക്കുന്നതിനായിട്ടാണ് എന്തിന് ഉപയോഗിക്കുന്നത്? സമാന്തര രീതിയിൽ ഈ ബാറ്ററികളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ അതുപോലെ തന്നെ പവർ ബാങ്കുകളിലൊക്കെ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? സമാന്തര രീതിയാണെന്ന് പഠിച്ചിരിക്കുക. സമാന്തര രീതിയാണ്. അപ്പോൾ സമാന്തര രീതിയിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവായിട്ട് തന്നെയാണല്ലേ. ഒരു ബാറ്ററിയുടെ ഒരു സെല്ലിൽ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അടുത്ത പോസിറ്റീവായിട്ടാണ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ നമ്മൾ ശ്രേണി രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ഘടിപ്പിച്ചിട്ടുണ്ടാകും ഇവിടെ നെഗറ്റീവായിട്ടായിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലായിരിക്കും എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ സമാന്തര രീതിയും ശ്രേണി രീതിയും ക്ലിയർ ആയല്ലോ അല്ലേ. ചിത്രം 7.13 കാണിച്ചതുപോലെ സെല്ലുകൾ ക്രമീകരിച്ചാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കാത്തതിനാൽ ഈ രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കുവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചിത്രം 3 നോക്കിയാൽ ചിത്രം 3 എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? രണ്ടും പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല? ആദ്യത്തെ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല എന്നും പഠിച്ചു വയ്ക്കുക. അതാണ് കാരണം നമുക്ക് 0 എന്ന് നമുക്ക് അവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ EMF വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ശ്രേണി രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ടോട്ടൽ EMF നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. EC = NE എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി സമാന്തര രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെല്ലുണ്ടല്ലോ, ഒരു സെല്ലിൻ്റെ EMF ആണ് ഈ ടോട്ടൽ EMFന് തുല്യമായിരിക്കുന്നത്. ഒരേ EMFലുള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിൽ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. പിന്നെ നമ്മൾ ടോട്ടലായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ
ഒരു സെല്ലിന് EMF. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് EMF ലഭിച്ചിട്ടുള്ളത്, ആ ഒരു സെല്ലിന് EMF തന്നെയായിരിക്കും ടോട്ടൽ EMF എന്ന് പറയുന്നത്, അതിന് ഈക്വൽ ആയിരിക്കും. ഇനി കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഭജിച്ചിട്ടായിരിക്കും നൽകിയിട്ടുണ്ടായിരിക്കുക. കറണ്ട് എന്ന് പറയുന്നത് വിഭജിച്ചിട്ടാണ് പോകുന്നതെന്നും പഠിച്ചു വയ്ക്കുക. ഇവിടെ ആന്തരിക പ്രതിരോധം കുറവാണ്. മറ്റേ ഈ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചാലും മതി. പ്രതിരോധം കുറവായിരിക്കും. അതുപോലെ തന്നെ പക്ഷേ ഇവിടെ എന്താണ് കൂടുതൽ നേരല്ലേ, കൂടുതൽ സമയം നമുക്ക് കറണ്ട് ലഭിക്കുന്നുണ്ട്, കൂടുതൽ സമയം കറണ്ട് ലഭിക്കുന്നുണ്ട് എന്ന് പഠിച്ചു വയ്ക്കുക. മറ്റൊരു വൈദ്യുതി കൂടുതലായിരുന്നു, ശ്രേണി രീതിയിലാണെങ്കിൽ വൈദ്യുതി കൂടുതലായിരുന്നു, പക്ഷെ എന്താണ് കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ്. എന്നാൽ മൊബൈൽ ബാറ്ററി ഒക്കെ നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് കറണ്ട് എന്ന് പറയുന്നത് കൂടുതൽ സമയത്തേക്ക് നിലനിൽക്കുന്നുണ്ട്. ഇനി സെല്ലുകൾ ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ചാലകം വഴി നേരിട്ട് ബന്ധിപ്പിക്കരുത്. പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ നേരിട്ട് ബന്ധിപ്പിക്കരുത്, അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സെല്ല് അല്ലെങ്കിൽ ബാറ്ററി വായിലിടുകയോ ചവയ്ക്കുകയോ ചെയ്യരുത്. ഉപയോഗത്തിലുള്ള ബാറ്ററി കൂടുതൽ ചൂടാകുന്ന സന്ദർഭം ഉണ്ടായാൽ ഉപയോഗം ഒഴിവാക്കണം. വെള്ളം, തീ എന്നിവ ബാറ്ററിയുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാഹചര്യം ഒഴിവാക്കണം. വിവിധ തരം ബാറ്ററികളിലുള്ള നിക്കൽ, കാഡ്മിയം, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ ഹാനികരമായതിനാൽ ഇവ ശ്രദ്ധാപൂർവ്വം നിർമ്മാർജ്ജനം ചെയ്യണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 9 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ സമാനമായ 6 സെല്ലുകൾ ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചതെങ്കിൽ ഒരു സെല്ലിൻ്റെ EMF എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടതെന്നാണ്, കണ്ടുപിടിക്കേണ്ടത് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നോക്കി ശ്രേണി രീതിയാണോ സമാന്തര രീതിയാണോ നമുക്ക് തന്നിരിക്കുന്നത് നോക്കി. നമുക്കറിയാം ശ്രേണി രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശ്രേണി രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ പറയുന്നത് എന്താണ്? E is equal to NE ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സെല്ലിൻ്റെ EMF, അതായത് സ്മോൾ e ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ E is equal to നമുക്ക് എന്ത് എഴുതാം? E is equal to E/N എഴുതിക്കൂടെ? E/N അല്ലേ, E/N എഴുതാം. അപ്പോൾ E/N എന്ന് പറയുമ്പോൾ എത്രയാണ്? E എന്ന് വെച്ചാൽ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എത്രയാണ്? ഈ 9 അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? 9 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 9A/N എത്രയാണ്? 6 ആണല്ലേ. അപ്പോൾ 9A/6 അല്ലേ, 9A/6 ചെയ്താൽ കിട്ടുന്നതാണ് ആ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 1.5 കേട്ടോ, ആൻസർ വരുന്നത് 1.5 എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് 1.5V EMF വീതമുള്ള 4 സെല്ലുകൾ തന്നിരിക്കുന്നു. ഇവ ഉപയോഗിച്ചാലുണ്ടാകുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? ഇതിനെ ക്രമീകരണ രീതി ചിത്രീകരിക്കുക നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്തൊക്കെയാണ്? 1.5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1.5V എന്ന് പറയുന്ന EMF നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മോൾ E അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്, 4 സെല്ലുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്മോൾ E is equal to 1.5V എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര സെല്ലുണ്ട്? 4 സെല്ലാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ N is equal to 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ EMF എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ടോട്ടൽ EMF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? E is equal to NE അല്ലേ. E is equal to NE ചെയ്യുമ്പോൾ N എന്ന് പറയുന്നത് 4 ആണ്. 4 × 1.5 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടിയില്ലേ. 6 എന്ന് കിട്ടി. നമുക്ക് ക്യാപിറ്റൽ E അതായത് ടോട്ടൽ EMF എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് തന്നിരിക്കുന്നത് അല്ലേ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് ലഭിക്കുന്നത് ഫസ്റ്റത്തെ ഇക്വേഷൻ, അതായത് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണമാണ് നമ്മളിവിടെ ആ ഇക്വേഷൻ E is equal to NE എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുക. അപ്പോൾ 4 സെല്ലുകൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ചിത്രീകരണം ഉണ്ടായിരിക്കുക? ശ്രേണി രീതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അല്ലേ. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് അങ്ങനെയൊക്കെയാണ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അതിൽ വലിയതെന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ഈ ചെറുതെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. പഠിച്ചു വയ്ക്കാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണോ. എന്താണ് വൈദ്യുത പ്രവാഹം എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് കറണ്ട്? കറണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത
തീവ്രത എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഈ വൈദ്യുത പ്രവാഹ തീവ്രതയെ സൂചിപ്പിക്കുവാനായിട്ട് I എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണല്ലേ നമ്മൾ പറഞ്ഞു അല്ലേ, വൈദ്യുത പ്രവാഹ തീവ്രത തന്നെയാണ് എന്തെന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത്. അത് കാരണമാണ് I എന്ന് പറയുന്ന സിമ്പിൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് വെച്ചാൽ യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലൂടെ T സമയം കൊണ്ട് Q ചാർജ് ഒഴുകിയെങ്കിൽ ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് എത്രയായിരിക്കും? അതായത് ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് ആണല്ലേ. കറണ്ട് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? I = Q/T ആണ്. Q/T ആണ്. ഇത് പഠിച്ചു വയ്ക്കുക. കറണ്ട് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? I = എന്താണ്? Q/T ആണ്. ഇതിൽ Q എന്ന് വെച്ചാൽ എന്താണ്? Q എന്ന് വെച്ചാൽ ചാർജ് ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ആണ്. T എന്ന് വെച്ചാൽ ടൈം ആണ്. ഓക്കെ, അപ്പോൾ I = Q/T എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറണ്ടിൻ്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? Qയുടെ യൂണിറ്റ് അല്ലേ, Q എന്ന് വെച്ചാൽ ചാർജിൻ്റെ യൂണിറ്റ് T എന്ന് വെച്ചാൽ സമയത്തിൻ്റെ യൂണിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എങ്ങനെ കാണാം? ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം ആണ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കൂളം പെർ സെക്കൻഡ് എന്ന് പറയാം അല്ലേ. അപ്പോൾ കൂളം പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് കറണ്ടിൻ്റെ യൂണിറ്റ്. ഇത് നമ്മൾ ആംബിയർ എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ആംബിയർ എന്ന് പറയുന്നതാണ് കറണ്ടിൻ്റെ യൂണിറ്റ്. കൂളം പെർ സെക്കൻഡ് തന്നെയാണ് ആംബിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ആൻഡ്രേ മേരി ആംബിയർ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരവ് സൂചകമായിട്ടാണ് വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്ക് ആംബിയർ എന്ന യൂണിറ്റ് നൽകിയത്. ചെറിയ യൂണിറ്റുകളായ മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംബിയർ എന്ന പേര് നൽകിയത് എങ്ങനെയാണ്? ആൻഡ്രേ മേരി ആംബിയർ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരവ് സൂചകമായിട്ടാണ്. നമുക്കിതിൽ ചെറിയ യൂണിറ്റുകളുണ്ട്, മൈക്രോ ആംബിയർ ഉണ്ട്, അതുപോലെ തന്നെ മില്ലി ആംബിയർ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു ആംബിയർ എന്ന് വെച്ചാൽ 1000 മില്ലി ആംബിയർ ആണ്. ഒരു ആംബിയർ എന്ന് വെച്ചാൽ എന്താണ്? 1000 മില്ലി ആംബിയർ ആണ്. ഒരു മില്ലി ആംബിയർ എന്ന് വെച്ചാൽ എന്താണ്? 1000 മൈക്രോ ആംബിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആരാണ് ഈ ആൻഡ്രേ മേരി ആംബിയർ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ. ജന്മരാജ്യം എവിടെയാണ്? ഫ്രാൻസ് ആണ്. ജീവിതകാലം 1775 മുതൽ 1836 വരെയാണ്. പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രം, ഗണിതം, ഫിലോസഫി, ജ്യോതിശാസ്ത്രം. പാരീസ് സർവകലാശാലയിലെ അധ്യാപകനൊക്കെയാണ് ആര്? ആൻഡ്രേ മേരി ആംബിയർ എന്ന് പറയുന്നത്. ഇനി പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്? വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വൈദ്യുത കാന്തികത എന്ന ഭൗതിക ശാസ്ത്ര ശാഖയ്ക്ക് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ്? ആൻഡ്രേ മേരി ആംബിയർ ആണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു I = Q/T ആണ്. Q എന്ന് പറയുന്നത് ചാർജാണ്, T എന്ന് വെച്ചാൽ സമയമാണ്, യൂണിറ്റ് പറഞ്ഞു ആംബിയർ ആണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു ചാലകത്തിലൂടെ 10 കൂളം ചാർജ് ഒഴുകാൻ 5 സമയം എടുത്തുവെങ്കിൽ കറണ്ട് എത്രയാണ്? അപ്പം നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്? ചാർജ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സമയവും തന്നിട്ടുണ്ട്, കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ. I = എന്നാണ് Q/T ആണ്. I = Q/T ആണ്. അപ്പോൾ എത്രയാണ് ചാർജ് തന്നിരിക്കുന്നത്? എത്രയാണ്? 10 കൂളമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10 കൂളം ബൈ സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണല്ലോ. 10/5 എത്രയാണ്? 2 ആംബിയർ അല്ലേ. 2 ആണ് കിട്ടുന്നത്. 2 ആംബിയർ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. I = Q/T ആണ്. അപ്പോൾ നമുക്ക് Q എന്ന് പറയുന്നത് ചാർജ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചാലകത്തിലൂടെ 1.5 ആംബിയർ കറണ്ട് 3 സെക്കൻഡ് പ്രവഹിക്കുന്നുവെങ്കിൽ ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുത ചാർജിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ, അതായത് I നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതി വയ്ക്കുക. I = നമുക്ക് 1.5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയോ കറണ്ട് 3 സെക്കൻഡ് പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം എത്രയാണ്? 3 സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുത ചാർജിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ പറയുന്നത് I = എന്താണ്? Q/T ആണ് അല്ലേ. Q/T ആണ്. ഓക്കെ, അപ്പം നമുക്ക് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Q = നമുക്ക് എന്ത് ചെയ്താം? I × T എന്ന് എഴുതാം അല്ലേ. I × T എന്ന് എഴുതിക്കൂടെ. T ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇൻഡാവും അല്ലേ. അപ്പോൾ I × T എന്ന് എഴുതി. അപ്പോൾ I എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1.5 ആണ്. 1.5 × 3. 1.5 × 3 എത്രയാണ്? 1.5 × 3 എന്ന് വെച്ചാൽ എത്രയാണ്? 4
4.5 കൂളം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ I is equal to Q/T ആണ് നമുക്കറിയാം. Q നമുക്കതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. Q is equal to IT ആണ് എങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം. ഒരു ചാലകത്തിൽ ധാരാളം സ്വതന്ത്ര ഇലക്ട്രോണുകളുണ്ട്. ചിത്രം 7.17 ചാലകം EMFന്റെ സ്രോതസ്സുമായി ബന്ധിപ്പിക്കുമ്പോൾ ചാലകത്തിലെ A എന്ന അഗ്രത്തിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് ലഭിക്കുന്ന അതേ തൽസമയം B അഗ്രത്തിൽ അനുഭവപ്പെടുന്നു. അതായത് നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ, ഇവിടെ നമുക്ക് നെഗറ്റീവ് ചാർജ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പുറത്ത് നമുക്ക് പോസിറ്റീവ് ചാർജ് ആണ്. ബിയിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ആണല്ലേ ഇപ്പോൾ തന്നിരിക്കുന്നത്. എയിലാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചാലകത്തിലെ A എന്ന അഗ്രത്തിൽ ഇലക്ട്രോണുകൾ ലഭിക്കുന്ന അതേ തള്ളൽ തന്നെ അല്ലേ, അതേ സമയം തന്നെ എന്ത് ലഭിക്കുകയാണ്? ബിയിലും കിട്ടാണ്. അതിനാൽ സ്രോതസ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ചാലകത്തിലേക്ക് പ്രവേശിക്കുന്ന ഇലക്ട്രോണുകളുടെ തുല്യ എണ്ണം ഇലക്ട്രോണുകൾ അതേസമയം തന്നെ ചാലകത്തിൻ്റെ രണ്ടാമത്തെ അഗ്രത്തിലൂടെ തിരിച്ച് സ്രോതസ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ എത്തുന്നുണ്ട്. എന്താ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇലക്ട്രോൺസ് തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതേ സമയം തന്നെ നമുക്ക് ബിയിലേക്കും അത് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്ത ഉടൻ തന്നെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം സ്വിച്ച് ഓൺ ചെയ്ത് അപ്പോൾ തന്നെ ഉപകരണം പ്രവർത്തിക്കുന്നതിന് കാരണം ഇതാണ് പറയുന്നത് അല്ലേ. നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നെങ്കിലും നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ ഇലക്ട്രോണുകൾ നീങ്ങുന്നുണ്ട്, തുല്യമാണ് ഇലക്ട്രോണുകൾ നീങ്ങുന്നുണ്ട്. അത് കാരണം തന്നെയാണ് ആ സ്വിച്ചിൻ്റെ പിന്നിലുള്ള പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി ഇൻസുലേറ്ററുകളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വൈദ്യുതി കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്ററിൽ ഈ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ വൈദ്യുത സ്രോതസ്സിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ് പ്രവഹിക്കുന്നത്. പഠിച്ചിരിക്കുക സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എവിടേക്കാണ്? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പ്രവഹിക്കുന്നത്. എങ്കിലും വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പരിഗണിക്കുന്നു. എന്നാലും നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. എന്നാൽ കറണ്ട് ശരിക്കും മാസ് ചെയ്യുന്നത് ചാലകത്തിലൂടെ കറണ്ട് ശരിക്കും മാസ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളിലെ വൈദ്യുത പ്രവാഹ തീവ്രത, ചാർജിൻ്റെ അളവ്, സമയം എന്നിവ ഉപയോഗിച്ച് ഗണിത സമവാക്യത്തിലൂടെ കണ്ടുപിടിക്കുക എന്നത് പ്രായോഗികമല്ല. അമ്മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് സർക്യൂട്ടിലെ കറണ്ട് അളക്കുന്നത്. അപ്പോൾ കറണ്ട് അളക്കുന്നത് ഏത് ഉപകരണമാണ്? അമ്മീറ്റർ ആണ്. അമ്മീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് അളക്കുന്നത്? കറണ്ട് അളക്കുന്നത്. ചിത്രം 7.18 നിരീക്ഷിച്ച് ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ ഘടിപ്പിക്കുന്ന രീതി മനസ്സിലാക്കൂ. നോക്കി അമ്മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സ്വിച്ച് നൽകിയിട്ടുണ്ട്, ബൾബ് നൽകിയിട്ടുണ്ട്. അമ്മീറ്റർ നോക്കിയൊരു നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിലേക്കാണ് അല്ലേ, നെഗറ്റീവ് ചാർജിലേക്കാണ്. പോസിറ്റീവ് ചാർജ് നമ്മൾ സ്വിച്ചായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി അല്ലേ. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിച്ചിരിക്കുന്ന അമ്മീറ്ററിൽ 1A റീഡിംഗ് കാണിക്കുന്നുവെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അമ്മീറ്ററിലൂടെ ഒഴുകിയ ചാർജ് എത്രയാണ്? അത് ഇക്വേഷൻ നമുക്കറിയാലോ അല്ലേ. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒഴുകിയ ചാർജാണ്, അതായത് Q ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. Q is equal to I into T ആണ്. കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത് 1A എന്നാണ് റീഡിങ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. 1 അമ്മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് അളക്കുന്ന ഉപകരണമാണെന്ന്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 into 1 എത്രയാണ്? 1 തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ എത്രയാണ് അവിടെ ചാർജ് ലഭിച്ചത്? 1 തന്നെയാണ് അല്ലേ. ഇനി എന്താണ് ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത്? സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ സഹായിക്കുന്നതാണ് ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അതായത് വയറായിട്ട് ഉപകരണമായിട്ട് ഒന്നും ബന്ധിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം ഇവിടെ അമ്മീറ്ററിൽ നമ്മൾ എന്താണ് നെഗറ്റീവ് ചാർജ് അമ്മീറ്ററിന് മൈനസ് ചാർജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ക്ലാമ്പ് അമ്മീറ്റർ ആകുമ്പോൾ അങ്ങനെ ഒന്നും ഘടിപ്പിക്കേണ്ട ആവശ്യമില്ല, വയറായിട്ട് ഉപകരണമായിട്ടൊന്നും. ഗാർഹിക വൈദ്യുത സർക്യൂട്ടുമായും മറ്റു ബന്ധപ്പെട്ട ഉയർന്ന വൈദ്യുത പ്രവാഹം അളക്കുന്നതിനാണ് ക്ലാമ്പ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ഗാർഹിക വൈദ്യുത സർക്യൂട്ടുമായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഈ ക്ലാമ്പ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. വൈദ്യുത പ്രവാഹം ഉളവാക്കുന്ന കാന്തിക മണ്ഡലം ഉപയോഗപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വൈദ്യുത പ്രവാഹം ഉളവാക്കുന്ന കാന്തിക മണ്ഡലം ഉപയോഗപ്പെടുത്തിയാണ് ഈ ക്ലാമ്പ് അമ്മീറ്റർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ
പ്രതിരോധം, ഓം നിയമം, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. ഓം നിയമം, പ്രതിരോധം, പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്, കുറച്ച് പ്രോബ്ലംസ്, പ്രതിരോധകമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാരണം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ചധികം ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.